മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ അന്വേഷണം തടയാൻ വേണ്ടി ഖജനാവിൽ നിന്ന് ചിലവാക്കിയത് ലക്ഷങ്ങൾ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരെ 3 തവണ കോടതിയിൽ ഹാജരായതിന് KSIDC നൽകിയ വക്കീൽ ഫീസ് 82,50,000 രൂപയാണെന്ന് പുറത്തുവരുന്ന വിവരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നുവെന്ന കാരണം പറഞ്ഞ് പലതവണ നിഷേധിച്ച വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പീൽ അപേക്ഷയിൽ KSIDC പുറത്തുവിട്ടത്. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥനാണ് കേസിൽ KSIDCക്ക് വേണ്ടി ഹാജരായത്. കേസിൽ KSIDCക്ക് അനുകൂലമായ കോടതി ഉത്തരവുണ്ടായില്ല. ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപയാണ് വൈദ്യനാഥന്റെ ഫീസ്. ഇത്രയും വലിയ തുക ചിലവാക്കിയതിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ തലപ്പത്ത് ഉദ്യോഗസ്ഥ തലത്തിലും ഭിന്നതയുണ്ടായിരുന്നു. ലക്ഷങ്ങൾ മുടക്കിയിട്ടും സ്റ്റേ ലഭിക്കാതിരുന്നതും വിമർശന വിധേയമായി. തിരുവനന്തപുരത്തെ KSIDC കോർപ്പറേറ്റ് ഓഫീസിൽ SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോടതിയെ തിരക്കിട്ട് സമീപിച്ചത്. നിരവധി സ്ഥാപനങ്ങളിൽ KSIDCക്ക് ഓഹരി നിക്ഷേപമുണ്ടെന്നും രേഖകൾ കൃത്യമാണെന്നും 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് നടക്കുന്ന അന്വേഷണത്തിൽ KSIDC ഇത്രയും തുക കോടതി ചെലവിനായി നൽകേണ്ടിയില്ല എന്നുമാണ് ഉദ്യോഗസ്ഥർ വിമർശനം ഉന്നയിക്കുന്നത്. ഇതിൽ നിന്നും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രത്യേക താൽപര്യം തെളിയുന്നതായും വ്യക്തമായിരുന്നു. SFI അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലായിരുന്നു KSIDC. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട വിവാദമായതിനാൽ സർക്കാർ ഇടപെട്ടാണ് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിനായി തിടുക്കത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയത്. സ്റ്റേ ആവശ്യം അംഗീകരിക്കാത്ത കോടതി KSIDCക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം മാറ്റാൻ ശ്രമിക്കുന്ന പ്രൊഫഷണൽ സ്ഥാപനമായ KSIDCക്ക് ഇതും നാണക്കേടായെന്നാണ് സ്ഥാപനത്തിലെ സംസാരം. രേഖകൾ ആവശ്യപ്പെട്ട് SFIയുടെ മെയിൽ ലഭിച്ച ഉടനെ KSIDC ഉദ്യോഗസ്ഥർ വ്യവസായ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിനെ വിവരം അറിയിച്ചു. ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് സുപ്രീം കോടതി അഭിഭാഷകനെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. KSIDC വിവിധ കമ്പനികൾക്ക് ലോൺ നൽകുന്നുണ്ട്. കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപവും നടത്തുന്നുണ്ട്. ഓഹരി നിക്ഷേപത്തിലൂടെ വരുമാനവുമുണ്ട്. 90കളിലാണ് CMRLൽ KSIDC നിക്ഷേപം നടത്തിയത്. CMRL ഡയറക്ടർ ബോർഡിൽ KSIDC പ്രതിനിധിയുണ്ട്. നിക്ഷേപമുള്ള മറ്റ് നിരവധി കമ്പനികളിലും KSIDCക്ക് ഡയറക്ടർമാരുണ്ട്. ലോൺ നിക്ഷേപ രേഖകൾ കൃത്യമാണെന്നും ധൃതി പിടിച്ച് സുപ്രീം കോടതി അഭിഭാഷകനെ നിയോഗിച്ച് സ്ഥാപനത്തിന്റെ സൽപ്പേര് കളയേണ്ടതില്ല എന്നുമാണ് ഉയർന്ന വിമർശനം. 2 കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തു വന്ന ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം. വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന് ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ CPM രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു. പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു. വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്ന് സംശയം പ്രകടിപ്പിച്ച് ROC റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ CPM അതിൽ ചാടിപ്പിടിച്ചില്ല. വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ അങ്ങ് ഒതുങ്ങി. ഇതിന് പിന്നാലെയാണ് SFIO അന്വേഷണം വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ്. സർക്കാർ നിർദ്ദേശമനുസരിച്ച് സിറ്റിംഗിന് 25 ലക്ഷം നൽകി മുതിർന്ന അഭിഭാഷകനെ ഇറക്കി. പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല. SFIയുടെ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്ന് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആരോപണത്തിന്റെ ദിശ CPM മാറ്റിയതും ഈ ഘട്ടത്തിലാണ്. കർണാടക ഹൈക്കോടതിയും SFIക്ക് പച്ചക്കൊടി കാട്ടിയതോടെ ഇനിയുള്ള ഘട്ടം നിർണായകമാണ്. ഏതായാലും ഇനിയും എത്രയോ തുകകൾ ഖജനാവിൽ നിന്ന് പൊടിക്കാനിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്.